ഹായ്, എന്തൊക്കെയുണ്ട് പാട്? സുഖല്ലേ? എന്താ ഇപ്പം ഒന്ന് പറയാലോ. പോരട്ട ഒറ്റ മിനിറ്റ് ഇത് കേട്ടിട്ട് നോക്കണേ. ആദ്യമായിട്ട് ഗൾഫിലേക്ക് വരണവന് ഒന്നും അറിയില്ല, പക്ഷെ എന്തോ ഗൾഫിലേക്ക് പോവാണല്ലോ എന്നുള്ള ഇതിൽ എല്ലാവരോടും പറഞ്ഞിട്ട് നല്ല സന്തോഷത്തിലാണ് വരിക. ഞാനടക്കം അങ്ങനെയായിരുന്നു. എല്ലാവരുടെ സ്ഥിതി അതന്നെ. ആദ്യമായിട്ട് വരും ഭയങ്കര സന്തോഷത്തിൽ വരും. ഇവിടെ വന്നു കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ജോലിയൊക്കെ ചെയ്ത് കുറച്ച് ദിവസം കൊണ്ട് കഴിയുമ്പോൾ പിന്നെ ടെൻഷനാവും. സ്വാഭാവികമായിട്ടും വരും. നാട്ടിൽ നിന്നാൽ മതിയായിരുന്നു, വരണ്ടുണ്ടായിരുന്നില്ല. ചിലപ്പം പണിൻ്റെ പ്രശ്നം കൊണ്ട് വരും. ചിലവർ മുതലാളിൻ്റെ ചീത്ത കൊണ്ടും ഇതുകൊണ്ടൊക്കെ വരുന്ന ടെൻഷനും കാര്യങ്ങളും, ശമ്പളം കിട്ടാത്ത പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഭയങ്കര ഇതാവും. അപ്പോൾ ഈ വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ട് എന്ത് ചെയ്യും, പിടിച്ച് നിൽക്കും. ചിലവർ നിൽക്കൂല, ചിലവർ പോവും. ഈ പിടിച്ച് നിൽക്കണവന് രക്ഷപ്പെടും. എന്നിട്ട് അവൻ എന്ത് ചെയ്യും, 2 കൊല്ലം കഴിഞ്ഞിട്ട് അവൻ നാട്ടിലേക്ക് പോകുമ്പോൾ എന്താവും, ലീവിന് പോകും. ഒരു 2 മാസം 3 മാസം ലീവിന് പോയിട്ട് തിരിച്ച് വരില്ല. ആ തിരിച്ച് വരുന്ന വരവാണ് ട്വിസ്റ്റ്. എന്താണെന്നറിയോ, പോവാൻ ഒരു 15 ദിവസം 10 ദിവസം 7 ദിവസം 3 ദിവസമൊക്കെ ബാക്കി വരുന്ന സമയമാകുമ്പോഴത്തിന് ആൾക്ക് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വിഷമം തുടങ്ങും. പ്രവാസി 2ാം വരവിൽ പോകുമ്പോട്ട വിഷമം തുടങ്ങും. ഓക്കായല്ല വിഷമം, അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ ഉപ്പുള്ള ആളെന്തായാലും പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ വരും. പോണ ദിവസം എല്ലാവരോടും യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഫസ്റ്റ് പോകുമ്പോൾ അവനക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, നല്ല ഹാപ്പിയിലാണ് പോയിരുന്നത്. 2ാമത്തെ പ്രാവശ്യം പോകുമ്പോൾ അവൻ്റെ ഉള്ളിൽ യാത്ര പറഞ്ഞ് എല്ലാവരോടും പോകുമ്പോൾ ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടാവും. കരച്ചിൽ വരെ വരും, പക്ഷെ പുറത്തേക്ക് കാണിക്കൂല. എന്നാൽ ചിലവരെ മുഖത്ത് നമുക്ക് കാണിക്കാൻ പറ്റും. ഭയങ്കര എയർപോർട്ടിൽ എത്തുന്നവരെയും ഭയങ്കര വണ്ടിയിലിരിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ സംസാരിക്കുന്നുണ്ടാവും. കമ്പനിക്കാരാണെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടാക്കാൻ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവരൊക്കെ സംസാരിക്കണം. പക്ഷെ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ. പക്ഷെ മനസ്സ് ഫുള്ള് ടെൻഷനാവും. ഇവിടെ എത്തി കുറച്ച് ദിവസം നിൽക്കുന്നവരെയും ടെൻഷനാവും. അതാണ് പ്രവാസി. മനസ്സിലായ? ഏതൊരു പ്രവാസി ആഗ്രഹിക്കുന്നുണ്ട് എന്നും നാട്ടിൽ നിൽക്കാനുള്ള ഒരു അവസരം കിട്ടുകയായിരുന്നെങ്കിലോ എന്ന്. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം കേട്ടാ. ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഇഷ്ടപ്പെടൂലേ മുത്തുമണികളെ?